ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. നമ്മുടെ സീസൺ ആൻഡ് ടൈം എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അത് കാണാത്ത ആരെങ്കിലും ഉണ്ട് എങ്കിൽ നമ്മുടെ ആ ചാപ്റ്ററിൽ ആദ്യത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഡിസ്കസ് ചെയ്തു. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് താഴെ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു വീഡിയോ നിർബന്ധമായിട്ട് കാണാം. അത് കണ്ട ശേഷം എന്ത് ചെയ്യണം, നിങ്ങളുടെ സെക്കൻഡ് പാർട്ടായിട്ട് നമ്മുടെ സീസൺ ആൻഡ് ടൈമിന്റെ ഋതുഭേദങ്ങളും സമയവും എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ മക്കളെ, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇക്വിനോക്സിസ്, സമ്മർ സോൾസ്റ്റൈസ്, വിന്റർ സോൾസ്റ്റൈസ് അഥവാ വിഷുവങ്ങൾ, ഗ്രീഷ്മ അയനാന്തം, ശൈത്യ അയനാന്തം, ഈ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഉത്തരായനം, ദക്ഷിണായനം, അതും നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു. നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ ഈ രണ്ട് കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഈ ചാപ്റ്ററിന്റെ പേര് തന്നെയായിട്ടുള്ള സീസൺ ആൻഡ് ടൈം എന്നാണല്ലോ, അഥവാ ഋതുഭേദങ്ങൾ അഥവാ ഡിഫറെന്റ് സീസണുകളാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ, സാറേ ഡിഫറെന്റ് സീസണുകൾ, ആകെ 4 സീസണുകളാണ് സർ, ഞങ്ങൾക്ക് അത് അറിയാം. സമ്മർ, ഓട്ടം, വിന്റർ, സ്പ്രിങ്, അത് ഞങ്ങൾക്ക് അറിയാവുന്ന ഹേമന്തം, വസന്തം, ഗ്രീഷ്മം, ശൈത്യം എന്ന് പറയുന്ന 4 കാലങ്ങൾ ഞങ്ങൾക്ക് അറിയാം സർ. അത് ഇത്രമാത്രം പഠിക്കാനുണ്ടോ മക്കളെ? അതല്ല, നമുക്ക് അതിന്റെ ഓരോന്നിന്റെയും ഡീറ്റെയിലുകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഓരോന്നിന്റെയും ഡീറ്റെയിലുകൾ നമ്മൾ പഠിക്കണം. അവയുടെ സമയം, അത് എന്തുകൊണ്ടാണ് ആ ഒരു സമയത്ത് വരാനുള്ള കാരണം, അത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എപ്പോൾ വരും, അതോ ഉത്തരാർദ്ധഗോളത്തിൽ എപ്പോൾ വരും, ദക്ഷിണാർദ്ധഗോളത്തിൽ സദേൺ ഹെമിസ്ഫിയറിൽ എപ്പോൾ വരും, ഈ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ഡിസ്കസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇനി ആരെങ്കിലും നമ്മുടെ അസ്രയിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ട് എങ്കിൽ ഉടനടി വേഗം തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. നമ്മുടെ സെക്കൻഡ് ബാച്ചിന്റെ അഡ്മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നല്ല, ഏറ്റവും അവസാന സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. സെക്കൻഡ് ബാച്ചിന്റെ ക്ലാസ്സുകൾ എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ആരെങ്കിലും അഡ്മിഷൻ എടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. സോ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്ന കാര്യമാണ്. നമുക്ക് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അഥവാ ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ, ഇതിനിടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, സണ്ണ് മൂവ് ചെയ്യുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേര്, സൂര്യന്റെ മൂവ്മെന്റിന് അതിനെ വിളിക്കുന്ന പേരാണ് ആക്ച്വലി ഉത്തരായനം, ദക്ഷിണായനം. അതിൽ ആക്ച്വലി ഉത്തരായന രേഖയുടെ നേരെ മുകളിൽ എർത്ത് വരുന്ന നമ്മുടെ ആ ഒരു ഡേ, സണ്ണ് വരുന്ന ആ ഒരു ഡേയുടെ ഡേറ്റ് ഏതായിരുന്നു മക്കളെ? ആ ഡേറ്റ് ആയിരുന്നു ആക്ച്വലി ജൂൺ 21 അല്ലേ? അതിൽ ആർക്കും സംശയമില്ലല്ലോ, അത് കഴിഞ്ഞ ദിവസം പഠിച്ച. അതേസമയം ദക്ഷിണായന രേഖ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആണെങ്കിലോ, that day is December 22. അതേസമയം ഇക്വേറ്ററിന് മുകളിലാണെങ്കിലോ, ഇക്വേറ്ററിന് അഥവാ ഭൂമധ്യരേഖയുടെ നേരെ മുകളിൽ 2 ദിവസം വരുന്നുണ്ട് ഒരു വർഷത്തിൽ. അതാണ് ഒന്ന് മാർച്ച് 21, രണ്ടാമത്തത് സെപ്റ്റംബർ 23. ഈ 4 ഡേറ്റ് മക്കളെ നിങ്ങൾ പഠിക്കേണ്ടതുള്ളൂ. മറ്റൊരു ഡേറ്റും ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനില്ല. സോ അതിനിടയിലാണ് ആക്ച്വലി 4 സീസണുകൾ ഉണ്ടാവുന്നത്. 4 സീസണുകൾ. ഇവിടുന്ന് നേരെ മാർച്ച് തുടങ്ങി, മാർച്ച് ഇവിടെ തുടങ്ങാണെന്ന് വിചാരിക്കാം. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ഇതിനിടയിൽ ഒരു സീസൺ, ഇവിടെ അടുത്ത സീസൺ, ഇവിടെ അടുത്ത സീസൺ, ഇവിടെ അടുത്ത സീസൺ. ഈ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യമുണ്ടോ? ഇല്ല, അത് ഏതാണെന്ന് കൃത്യമായിട്ട് അറിയണ്ടേ? കൃത്യമായിട്ട് അറിയാൻ ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. മക്കളെ, ജൂൺ 21 എന്ന് പറയുന്ന ഡേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? സമ്മർ സോൾസ്റ്റൈസ് അഥവാ ഗ്രീഷ്മ അയനാന്തം അല്ലേ? അഥവാ സമ്മർ സീസൺ എന്ന് പറയുന്നത് സമ്മർ സോൾസ്റ്റൈസ് എന്നാണ് അതിനെ വിളിക്കുക. അതുകൊണ്ട് തന്നെ ഇവിടെയാണ് ആക്ച്വലി സമ്മർ സീസൺ ഉള്ളത്. അഥവാ സമ്മർ സീസൺ എന്ന് പറയുന്നത് നമ്മുടെ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ അല്ലെ? നമ്മുടെ 3 മാസം. ജൂൺ കഴിഞ്ഞാൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ ഈ 3 മാസം. ജൂൺ അഥവാ ജൂൺ 21 എന്ന് പറയുന്ന സമ്മർ സോൾസ്റ്റൈസിന്റെ ദിവസം, ഗ്രീഷ്മ അയനാന്തത്തിന്റെ ദിവസം. അന്ന് ഏത് തുടങ്ങുന്നു? സമ്മർ തുടങ്ങുന്നു, അഥവാ വേനൽക്കാലം. അതും അല്ലെങ്കിൽ അതിന്റെ ഇംഗ്ലീഷ് മലയാളം നമുക്ക് മറ്റൊരു പേര് പറയാം, ഗ്രീഷ്മകാലം. ഇത് എല്ലാം ഒന്നാട്ടോ. വേനൽക്കാലം എന്ന് പറഞ്ഞാലും ഗ്രീഷ്മകാലം എന്നൊക്കെ പറഞ്ഞാലും തന്നെയാണ്, ഒന്ന് തന്നെയാണ്. അപ്പൊ സമ്മർ സോൾസ്റ്റൈസിന്റെ ദിവസം, ഗ്രീഷ്മ അയനാന്തത്തിന്റെ അന്ന് ഏത് തുടങ്ങി? സമ്മർ തുടങ്ങി. അപ്പൊ ഒന്നാമത്തെ കാര്യം പഠിച്ചു. അപ്പൊ രണ്ടാമത്തെ നമ്മൾ വിന്റർ തുടങ്ങാനോ, ശൈത്യകാലം തുടങ്ങണം. നമുക്ക് എവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം? ഡിസംബറിലാണല്ലോ ഗ്രീഷ്മ അയനാന്തമുള്ളത്. നമ്മുടെ ശൈത്യ അയനാന്തം കിടക്കുന്നത് എന്നാ? ഡിസംബർ 22. നമ്മുടെ തണുപ്പുള്ള വിന്റർ സോൾസ്റ്റൈസ് എന്ന് കിടക്കുന്നത് എന്നാണ്? നമ്മൾ ഡിസംബർ 22. അതുകൊണ്ട് ഈ ദിവസം ഏത് തുടങ്ങുന്നറിയോ? നമ്മുടെ ശൈത്യകാലം തുടങ്ങും, അഥവാ ശൈത്യകാലം അഥവാ വിന്റർ സീസൺ. അപ്പൊ അത് രണ്ടും തീരുമാനമായി. വേനൽക്കാലം കിട്ടി,
ശൈത്യകാലവും കിട്ടി. ഇനി ഇതിനിടയിൽ വരുന്ന ഓട്ടമും സ്പ്രിങ്ങും ഉണ്ട്. അതാണ് നമ്മുടെ പ്രശ്നം. ഹേമന്തവും വസന്തവും എന്ന് പറയുന്ന 2 കാലം. അത് എങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞാൽ മക്കളെ, സമ്മറിൽ നിന്നും വിന്ററിലേക്കുള്ള മൂവ്മെന്റ് ആണ് ഓട്ടം എന്ന് പറയുന്നത്. സോ ഓട്ടത്തിന്റെ സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്, ഓട്ടം. അഥവാ മലയാളത്തിൽ ഹേമന്തം എന്ന് പറയും. അതേസമയം പിന്നെ ഏറ്റവും ലാസ്റ്റ് വരുന്നത് സ്പ്രിംഗ്. ആ സ്പ്രിങ്ങിനെ നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നു, സ്പ്രിങ് അഥവാ വസന്തം. അപ്പോഴേ ഇത് പഠിക്കാൻ ഞാൻ ഒരു കോഡ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് പഠിക്കാൻ ഞാൻ ഒറ്റ കോഡ് പറഞ്ഞ, ഈ ഒറ്റ കോഡിൽ നമ്മൾ എല്ലാം പഠിച്ചു വെച്ചേക്കണം. ഇംഗ്ലീഷ് മീഡിയം മക്കളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. യെസ്, അതുപോലെ AWS എന്ന് പഠിച്ചു വെച്ചാൽ മതി. SAWS എന്ന് പഠിച്ചു വെച്ചാൽ കാര്യമായി. കാരണം എന്താ അറിയോ, സമ്മർ ആദ്യം, അത് കഴിഞ്ഞ് ഓട്ടം, അത് കഴിഞ്ഞ് വിന്റർ, അത് കഴിഞ്ഞ് സ്പ്രിങ് അല്ലേ. സമ്മർ എന്ന് തുടങ്ങും എന്ന സംശയം നമുക്കൊന്നും വേണ്ട. സമ്മർ സോൾസ്റ്റൈസ് എന്നാണോ, ഗ്രീഷ്മ അയനാന്തം എന്നാണോ, അന്ന് സമ്മർ തുടങ്ങണം. അതെന്നേ ഉള്ളൂ. ജൂൺ 21. അതെന്നാണത്, ജൂൺ 21. അപ്പൊ ജൂൺ 21 തുടങ്ങി ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ സമ്മറായി. സമ്മർ കഴിഞ്ഞ പിന്നെ ഓട്ടം. സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഓട്ടമാണ്, അഥവാ ഹേമന്തമാണ്. അത് കഴിഞ്ഞ് ഡിസംബർ കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി മാർച്ച് ശൈത്യകാലമാ, വിന്ററാ. അത് കഴിഞ്ഞിട്ട് മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ സ്പ്രിംഗാ, വസന്തകാലമാ. സോ പഠിച്ചല്ലോ മക്കളെ. ഇതാണ് സീസണുകളിൽ നിന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം. ഈ ഡേറ്റുകൾ ഒരു കാരണവശാലും എന്റെ മക്കൾ മറക്കരുത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ഒരു ടേബിൾ മുഴുവനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ടെക്സ്റ്റ് ബുക്ക് ഞാൻ ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവോ? ഇല്ല, മനസ്സിലാവില്ല. അതുകൊണ്ടാ മക്കളെ ഞാൻ ആദ്യം തന്നെ ആ ഒരു ചിത്രം വരച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് പഠിപ്പിച്ചിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഈ കാര്യങ്ങളെല്ലാം മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ ഇക്വേറ്ററിൽ നിന്ന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് സൂര്യൻ മൂവ് ചെയ്യുന്നു. ആ സമയത്ത് നോർത്ത് ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് ആണ്. ഏതാണ്? സ്പ്രിംഗ് ആണ്. നമ്മൾ എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. പിന്നെ സമ്മർ, പിന്നെ ഓട്ടം, പിന്നെ വിന്റർ. മലയാളം മീഡിയക്കാർക്ക് ഇപ്പുറത്തുണ്ട് കേട്ടോ, അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ ഇത് നോർത്തേൺ ഹെമിസ്ഫിയറിന്റെ കാര്യം അത് മാത്രല്ലേ നമ്മൾ പഠിച്ചത്? സാർ ഞങ്ങൾക്ക് സദേൺ ഹെമിസ്ഫിയർ പഠിപ്പിച്ചു തന്നില്ലല്ലോ, ദക്ഷിണാർദ്ധഗോളം പഠിപ്പിച്ചു തന്നില്ലല്ലോ. പഠിപ്പിച്ചു തരൂല. കാരണം എന്താ അറിയോ, അത് പഠിക്കാൻ ഐഡിയ ഉണ്ട്. അത് നിങ്ങൾ ഇതിന്റെ കൂടെ ഈ വലിയൊരു ടേബിൾ ഉണ്ടാകെ വലിച്ചു വാരി നിങ്ങൾ പഠിക്കണ്ട. എന്ത് പഠിച്ചാൽ മതി അറിയോ, സ്പ്രിംഗ് നമ്മൾ നോർത്തിന്റെ മാത്രം പഠിച്ചു വെക്കാം. അതാണല്ലോ ഇപ്പൊ ഞങ്ങൾക്ക് പഠിപ്പിച്ചത്. ഞാൻ പഠിപ്പിച്ചാൽ നിങ്ങൾ പഠിച്ചാൽ മതിയല്ലോ. സോ നമ്മൾ നോർത്തിന്റെ മാത്രം പഠിച്ചു വെക്കാം. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇട്ട് കൊടുത്താൽ മതി. സൗത്തിന് ഇവിടെ സ്പ്രിംഗ് ആണെങ്കിൽ ഇവിടെ ഓട്ടമായിരിക്കും, ഇവിടെ സമ്മർ ആണെങ്കിൽ ഇവിടെ വിന്റർ ആയിരിക്കും, ഇവിടെ ഓട്ടമാണെങ്കിൽ ഇവിടെ സ്പ്രിംഗ് ആയിരിക്കും, ഇവിടെ വിന്റർ ആണെങ്കിൽ ഇവിടെ സമ്മർ ആയിരിക്കും. നേരെ തിരെ. മലയാളം മീഡിയം മക്കൾ നോക്കിക്കേ. മലയാളം മീഡിയം മക്കൾ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ വസന്തകാലമാണ് ഉത്തരാർദ്ധഗോളത്തിൽ. അതേസമയം ദക്ഷിണാർദ്ധഗോളത്തിൽ ഏതാ? ഹേമന്തം. ഇവിടെ ഗ്രീഷ്മം വന്നാൽ ഇവിടെ ശൈത്യം, ഇവിടെ ഹേമന്തം വന്നാൽ ഇവിടെ വസന്തം. സോ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ ഈ ഒരു ടേബിൾ പിന്നെ ബുദ്ധിമുട്ടുണ്ടാവുമോ? അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നം എന്താണോ, ഈ ഒരു ടേബിൾ ഇത്രയും അക്കങ്ങളാണ് കാണുമ്പോൾ ഉണ്ടല്ലോ, ഇത്രയും ഡേറ്റുകൾ കാണുമ്പോഴേക്കും പടച്ചോനെ ഇതെല്ലാം കൂടെ ഞാൻ പഠിക്കണം എന്നുള്ള നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാ? ഈസി ആയിട്ട് പഠിച്ചില്ലേ? ഇങ്ങനെയാ മക്കളെ നമ്മൾ സീസണുകൾ പഠിക്കേണ്ടത്. സോ സീസണുകൾ പഠിക്കുന്ന സമയത്ത് ഇതാ ആക്ച്വലി നമ്മുടെ ഈ ഒരു പിക്ചർ തന്നെ ഞാൻ മറ്റൊന്ന് മാറ്റിയിട്ട് വരച്ചു എന്നുള്ളൂ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള രീതിയിലേക്ക് ഒന്ന് വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ജൂണില് സമ്മർ തുടങ്ങി സെപ്റ്റംബർ വരെ സമ്മർ ആണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഓട്ടം, സമ്മർ എന്ന് പറഞ്ഞാൽ അറിയാലോ ഗ്രീഷ്മകാലം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഓട്ടം അഥവാ നമ്മളെ ഹേമന്തകാലം. അത് കഴിഞ്ഞിട്ട് വിന്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശൈത്യകാലം. അത് കഴിഞ്ഞിട്ട് സ്പ്രിംഗ്, വസന്തകാലം. സോ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചർ ഞാൻ നിങ്ങൾക്ക് ഒന്ന് വരച്ച് കാണിച്ചതേ ഉള്ളൂ. ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ക്വസ്റ്റ്യൻ മേ ബി പരീക്ഷയിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. ചിലപ്പോൾ ഇവിടെ A എന്ന് തരും, ഇവിടെ B എന്ന് തരും, എന്നിട്ട് അത് ഫില്ല് ചെയ്യാനാ തരാ. എയും ബിയും ഫില്ല് ചെയ്യാനാ തരാ. അത് ചെയ്യുന്ന സമയത്ത് ഇത് ഈ ഓർഡർ കണ്ടിട്ട് പോരാ, ഡേറ്റ് ആണ് ഓർത്ത് വെക്കേണ്ടത്. കാരണം ടെക്സ്റ്റ് ബുക്കിലുള്ള ആ രീതി തന്നെ ഡേറ്റ് അവർ തന്നോളുന്നില്ല. ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് തരും. ഡേറ്റ് എങ്ങനെയാണോ നമ്മൾ ഡേറ്റ് പഠിച്ച മക്കളാ. എന്തുകൊണ്ട് ശൈത്യകാലം തുടങ്ങുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഗ്രീഷ്മകാലം തുടങ്ങുന്നു നമ്മൾ പഠിച്ച മക്കളാ. അതുകൊണ്ട് തന്നെ ആ ഡേറ്റ് നമ്മൾ മറന്നു പോവോ? ഇല്ല, നമ്മൾ മറന്നു പോയില്ല എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് കിട്ടൂലേ. ഇവർ എങ്ങനെയാച്ചോ പരീക്ഷയ്ക്ക് തന്നോട്ടെ, നമ്മൾ അടിപൊളിയായിട്ട് എഴുതൂലേ. സോ അത്രയുള്ള കാര്യം എന്ന് പറയുന്നത് ഇനി സീസണുകളുടെ ഏറ്റവും അവസാനമായിട്ട് 2 കാര്യം കൂടെ പഠിക്കാനുണ്ട്.
ഒന്നാമത്തെ കാര്യം നമ്മുടെ സമ്മറിന്റെയും വിന്ററിന്റെയും ഡീറ്റെയിലുകൾ അങ്ങനെ പഠിക്കൂല, കാരണം അത്രമാത്രം നമുക്ക് എന്തില്ല ഇമ്പോർട്ടന്റ് അല്ല, നമുക്ക് ബാക്കിയുള്ള ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യമാണ്. അതേസമയം നമുക്ക് ഏറ്റവും ഡൗട്ടുള്ള രണ്ട് കാര്യമാണ്, ഒന്ന് സ്പ്രിങ്ങും രണ്ട് ഓട്ടമും, വസന്തവും ഹേമന്തവും എന്ന് പറയുന്നത്. അതിൽ ആദ്യം തന്നെ സ്പ്രിംഗ് സീസൺ പഠിച്ചു വെക്കാം. സ്പ്രിംഗ് സീസൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ട്രാൻസ്മിഷൻ ഫ്രം വിന്റർ ടു സമ്മർ. അത് ശൈത്യകാലത്തിൽ നിന്ന് വേനൽക്കാലത്തിലേക്കുള്ള പോക്ക. ശൈത്യകാലം കഴിഞ്ഞു വേനൽക്കാലത്തിലേക്ക് പോവുക. അതുകൊണ്ട് തന്നെ അവിടെ ടെമ്പറേച്ചർ ഇൻക്രീസസ്, ചൂട് കൂടിക്കൊണ്ടിരിക്കും. കാരണം ശൈത്യകാലത്ത് തണുപ്പായിരുന്നു, ഭയങ്കര തണുപ്പായിരുന്നു. ചൂടുകാലത്ത് രാവിലെ തന്നെ നീക്കുമ്പോൾ എല്ലാ ദിവസവും ഭയങ്കര തണുപ്പുണ്ടായിരുന്നു. രാവിലെ നീക്കുന്ന നേരത്തെ പെരുംചൂടാവോ? ഇല്ലല്ലോ. സാവധാനം പയ്യെ പയ്യെ അല്ലെ, ആ പയ്യെ 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 നീ ചൂട് കൂടും. അതാണ് ടെമ്പറേച്ചർ ഇൻക്രീസസ്, ഊഷ്മാവ് കൂടുന്നു. മാത്രമല്ല അതിന്റെ ഫീച്ചേഴ്സ്, സവിശേഷതകൾ പഠിച്ചു വെക്കണം. പ്ലാന്റ് സ്പ്രൗട്ടിംഗ്, ചെടികൾ തളിർക്കുന്ന കാലഘട്ടമാണ്. മാംഗോ ട്രീസ് ബ്ലൂമിങ്, മാവ് പൂക്കുന്ന കാലം. നമ്മുടെ മാങ്ങയൊക്കെ ഉണ്ടാവില്ലേ, ആ മാവൊക്കെ പൂക്കുന്ന കാലമാണ്. അതുപോലെ തന്നെ ജാക്ക് ഫ്രൂട്ട് ട്രീസ് ബിയറിംഗ് ബഡ്സ്, നമ്മുടെ ചക്കയില്ലേ, ചക്ക, അതാണ് ഈ ജാക്ക് ഫ്രൂട്ട് ട്രീസ് എന്ന് പറയുക. ചക്ക പൂക്കുന്ന കാലമായിട്ടുള്ള, മാങ്ങ ഉണ്ടാവുന്ന, ചെടികൾ തളിർക്കുന്ന ഒരു കാലഘട്ടമാണ് വസന്ത കാലഘട്ടം. അതൊരു വസന്തം നിറഞ്ഞത്, നല്ല മാങ്ങയൊക്കെ ഉള്ള വസന്തം നിറഞ്ഞിട്ടുള്ള കാലമാണ് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ. അതേസമയം ഓട്ടം എന്ന് പറഞ്ഞാലോ, ഓട്ടം സീസൺ എന്ന് പറഞ്ഞാൽ ഹേമന്ത കാലഘട്ടം എന്ന് പറഞ്ഞ സമയത്ത് മനസ്സിലാക്കുക, ഇറ്റ്സ് എ ട്രാൻസ്ലേഷൻ ഫ്രം സമ്മർ ടു വിന്റർ. വേനൽക്കാലത്ത് നിന്ന് ശൈത്യകാലത്തിലേക്കുള്ള മാറ്റം, വേനൽക്കാലത്ത് നിന്ന് ശൈത്യകാലത്തിലേക്കുള്ള മാറ്റമാണ്. കൂടാതെ തന്നെ ടെമ്പറേച്ചർ ഡിക്രീസസ്, അവിടെ എന്ത് ചെയ്യുന്നു, ഊഷ്മാവ് കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം വേനൽക്കാലത്ത് നല്ല ചൂടാ, അവിടെ പയ്യെ 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 ചൂട് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. മാത്രമല്ല ട്രീസ് ജനറലി ഷെഡ് ദെയർ ലീവ്സ്, ഈ കാലഘട്ടത്തിൽ മരങ്ങൾ ഇലപൊഴിയും ശിശിരത്തിൽ എന്ന് നമ്മൾ പാട്ട് പാടിയിട്ടില്ലേ. അതുപോലെ മരങ്ങളിലൊന്നും ഇലകളില്ലാതെ പുതിയ ഇലകളെ വരവേൽക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആ ഒരു കാലഘട്ടം, മരങ്ങളെല്ലാം ഇല പൊഴിക്കുന്ന കാലഘട്ടമാണ് ഹേമന്ത കാലഘട്ടം, ഓട്ടം സീസൺ എന്ന് പറയാം. ഷോർട്ടനിങ് ഓഫ് ദ ഡേ ആൻഡ് ലെങ്തനിങ് ഓഫ് ദ നൈറ്റ്, പകലിന്റെ ദൈർഘ്യം കുറയുന്നു, രാത്രിയുടെ ദൈർഘ്യം കൂടുന്നു. ഇങ്ങനത്തെ കാലഘട്ടമാണ് നമ്മുടെ ഓട്ടം സീസൺ അഥവാ ഹേമന്ത കാലഘട്ടം എന്ന് പറയുന്നത്. സോ മക്കളെ നമ്മൾ ഇന്ന് പഠിച്ച കാര്യം എന്ന് പറഞ്ഞാൽ 4 സീസണുകൾ പഠിച്ചു. 4 സീസൺ, അത് നോർത്തേൺ ഹെമിസ്ഫിയർ ആയിക്കോട്ടെ, സദേൺ ഹെമിസ്ഫിയർ ആയിക്കോട്ടെ, ഉത്തരാർദ്ധഗോളം ആയിക്കോട്ടെ, ദക്ഷിണാർദ്ധഗോളം ആയിക്കോട്ടെ, അത് എങ്ങനെ മനസ്സിലാക്കണം എന്ന് പഠിച്ചു. അതിന്റെ ഡേറ്റുകൾ പഠിച്ചു. ഓട്ടം സീസണിന്റെയും സ്പ്രിംഗ് സീസണിന്റെയും ഫീച്ചേഴ്സും പഠിച്ചു. കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. സോ ഇതുപോലത്തെ അടിപൊളി ക്ലാസ്സസുമായിട്ട് നമ്മൾ ഇനിയും വീണ്ടും വരുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള ടൈം കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ദിവസങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാണ്ട്. സോ പറഞ്ഞ കാര്യങ്ങളെല്ലാം മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമന്റ് ചെയ്യുക. നമുക്ക് അടിപൊളിയായിട്ട് ഇനിയും പഠിക്കണം. സോ മക്കളെ, ടാറ്റാ, ബൈ ബൈ, സീ യു ഓൾ.